എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രീകാന്ത് രാവിലെ ഒരുങ്ങി പുറത്തേക്ക് പോയിട്ട് വരുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ നീ രാവിലെ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. അച്ഛൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു റെസ്റ്റോറന്റ് ജോലി കിട്ടിയ കാര്യം, ഇന്ന് പോയി ജോയിൻ ചെയ്യണമെന്ന് പറയാം. ശരിയെന്ന് പറയാ. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നു. അല്ല ശ്രീ, രാവിലെ നീ എങ്ങോട്ടാ? അമ്മേ, എനിക്കൊരു ജോലി റെസ്റ്റോറന്റ് ശരിയായിട്ടുണ്ട്, അപ്പൊ അതിനുവേണ്ടി പോവാ. ഓ, റെസ്റ്റോറന്റിലാണ്ടാ ജോലി? നിനക്ക് വല്ല സ്റ്റാർ ഹോട്ടലിൽ എങ്ങാനും ജോലി ചെയ്താൽ പോരായിരുന്നു ഇത്രയും പഠിച്ചിട്ട്? അമ്മേ, ആദ്യം റെസ്റ്റോറന്റിൽ പോയി നമുക്കൊരു ഷെഫായിട്ട് നിൽക്കാം, പിന്നീട് എനിക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് എന്റെ ആഗ്രഹം. അമ്മയ്ക്കറിയാലോ എനിക്ക് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡിനകത്ത് എനിക്കറിയാവുന്ന ചില പരീക്ഷണങ്ങൾ നടത്തി അത് വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങുമ്പോ അത് നല്ല കാര്യമല്ലേ എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെ, എന്നാലും നിനക്ക് ഈ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് ചോദിക്കണം. ശമ്പളമൊക്കെ കുറവമേ, ട്രെയിനിങ് പീരീഡ് അല്ലേ. ഇത് കേട്ടപ്പോ ചന്ദ്രമതി വന്നാലും ഇതെന്നാ വേണ്ടായിരുന്നു പറയാം. അതെങ്ങനെയമ്മേ ശരിയാവുന്നേ? പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ, ആദ്യം എവിടെയെങ്കിലും ട്രെയിനിങ് ആയിട്ട് കയറട്ടെ, പിന്നീട് നന്നായിട്ട് എവിടെയെങ്കിലും തുടങ്ങാന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം നീ എവിടെ പോയാലും വിജയിക്കുള്ളൂ. നീയും സുധിയും നല്ല പഠിപ്പുണ്ടല്ലോ, രണ്ടുപേർക്കും നല്ല ഉയർന്ന രീതിയിൽ തന്നെ ജോലി കിട്ടും. നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയാന്ന് പറയണം. ഇതവൻ ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ വേറൊരാളെ കണ്ടില്ലേ, സച്ചിനെ, നീ എന്നെ അവനെ കുറിച്ച് പറയാത്തെ? ഓ, അവനോ? ആ ടാക്സി ഡ്രൈവറോ? അവന് ഞാൻ എന്റെ മോനായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല എന്ന് പറയാം. അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ അവന് പഠിപ്പുണ്ടോ? നീ എന്തേലും കാര്യമുണ്ടോ? വേറെ ഒരു ടാക്സി ഡ്രൈവറെ കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് നേടാനെന്ന് ചോദിക്കണം. അങ്ങനെ നീ പുച്ഛിച്ച് തള്ളണ്ട. ശ്രീകാന്തും പറഞ്ഞു, അമ്മേ, സച്ചേട്ടനുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കുടുംബം മുന്നോട്ട് വന്നേ. ഞാനാണെങ്കിൽ ഇപ്പം ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. സുധിയേട്ടനാണെങ്കിൽ എത്ര നാളായി ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? സച്ചേട്ടനല്ലേ. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകാന്ന് വെച്ച് തന്നെ വെറുതെ വീട്ടിൽ ഇരുന്ന് മുഷിയുണ്ടല്ലോ. സച്ചേട്ടൻ ഒരു ആശ്വാസമാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ഓർത്തോണ്ടാ ഞാൻ പോകാനായിട്ട് തുടങ്ങി എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ വേണം മോനെ, അത് നീ എന്നും എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ അവൻ എന്റെ മോനല്ലേ, അവൻ എന്നും ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അതേടി, നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ നിന്റെ മോന്, അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോ എന്റെ മോന്. നിന്റെ സ്ഥിരം ഡയലോഗ് ഇതൊക്കെ തന്നെ ആണല്ലോ എന്ന് പറയാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങോട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന കലാവതി മുത്തശ്ശി കറിക്കുള്ള ഉള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നിരുന്നു. അച്ചമ്മയുടെ കോഴിക്കറി, ഇന്ന് കോഴിക്കറി ആയിരിക്കും അല്ലെ, നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. എത്ര കാലങ്ങളായി അച്ചമ്മയുടെ കോഴിക്കറി കൂട്ടിയിട്ട്. ആ വറുത്തരച്ചു വെച്ച കോഴിക്കറിയുടെ മണം ഇപ്പോഴും എന്റെ മൂക്കുന്നുമെന്ന് പോയിട്ടില്ലെന്ന് പറയണം. അതെ, ഞാനല്ല ഇന്ന് കോഴിക്കറി ഉണ്ടാക്കുന്ന, നിന്റെ ഭാര്യയാന്ന് പറയണം. അവളാ? അതെന്താണ് നിനക്കൊരു പുച്ഛഭാവേ? ഒന്നുമില്ല. അപ്പൊ അടുക്കള രേവതി പാർവമ്മയും കൂടെ ഉണ്ടായിരുന്നു. അച്ചമ്മേ, അതെ അച്ചമ്മ ഉണ്ടാക്കി തന്നാ മതി. അച്ചമ്മ ആ അരകല്ലയിൽ അരപ്പൊക്കെ അരച്ചിട്ട് ആ മസാലയൊക്കെ അരച്ചുണ്ടാക്കുന്ന കോഴിക്കറിക്ക് പ്രത്യേക ടേസ്റ്റാന്ന് പറയണം. അതിനെന്താടാ, നിന്റെ ഭാര്യ അരക്കില്ലേന്ന് ചോദിക്കണം. പിന്നെ അവൾക്ക് അങ്ങനെ അരച്ചൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അച്ചമ്മ, അവൾക്ക് ഈ മിക്സിക്കകത്ത് അടിച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. പിന്നെ അവൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്റെ അച്ചമ്മ ഉണ്ടാക്കുന്നത്ര വരത്തില്ല എന്ന് പറയണം. രേവതി അകത്തുനിന്ന് പറഞ്ഞു, അതിപ്പോ എന്നെ അങ്ങനെയാണല്ലോ എന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി ചോദിച്ചു, അല്ല ചന്ദ്രമതിയുടെ സോറി കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല സുധീനെ കുറിച്ചൊരു വിവരം അറിയത്തില്ല, അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ആഹാ, അങ്ങനെ വരട്ടെ, ഞാനിത് അച്ചമ്മയോട് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അല്ല അച്ചമ്മയ്ക്ക് എത്ര വരെ കഥകളൊക്കെ അറിയാന്ന് ചോദിക്കണം. കഥകളോ? എന്ത് കഥകള്? ആ ഫ്രോഡ് അന്ന് കല്യാണപ്പന്തലെന്ന് ഓടിപ്പോയില്ലേ, അതിനുശേഷമുള്ള കഥകളൊക്കെ അച്ചമ്മ അറിഞ്ഞായിരുന്നു ചോദിക്കണം. ഞാൻ എങ്ങനെ അറിയാനടാ, ഞാൻ നിന്റെ അച്ഛനോട് അതിനെക്കുറിച്ച് പിന്നെ ചോദിച്ചില്ല. അച്ഛന് വിഷമമായില്ലെന്ന് കരുതിയെ ചോദിക്കാതിരുന്നെ. എന്റെ അച്ഛമ്മേ, അവന് അച്ഛന്റെ 50 ലക്ഷം കൊണ്ടല്ലേ മുങ്ങിയത്. ആ മുങ്ങിയത് ഒരു പെണ്ണിന്റെ കൂടെ പോവാനായിരുന്നു. എന്ത് പറയാനാന്ന് പറ. ആ പെണ്ണ് അവന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ചോണ്ട് ഇവനെയും പറ്റിച്ചിട്ട് അവൾ അങ്ങോട്ട് പോയി. ഇവനേക്കാളും വലിയൊരു ഫ്രോഡായിരുന്നു അവളെന്ന് പറയണം. എന്റെ ഭഗവാൻ, ഇത് എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? അതെയാന്നോ? ഇവനാണ് സുഖമായിട്ട് അവളുടെ കൂടെ പോയി ജീവിക്കാന്ന് കരുതി ഇരുന്ന ആ എല്ലാ പ്രതീക്ഷകളും ഇവന്റെ തകർന്നടിച്ചു പോയില്ലെന്ന് ചോദിക്കണം. എന്നാലും എന്റെ കുട്ടിക്ക് ഇതെങ്ങനെ സംഭവിച്ചല്ലേ, പാവെന്ന് പറയണം. പാവോ? അവനാ? കൊള്ളാം, നല്ല കഥയായിപ്പോയി. അല്ല അത് കഴിഞ്ഞപ്പത്തിന് പിന്നെ എന്താ സംഭവിച്ചേ? പിന്നെ അവൻ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നേന്ന് ചോദിക്കണം. രേവതി പറഞ്ഞു, അതെ അതിനുശേഷം ഒരു ലോഡ്ജില് മുറി എടുത്ത് താമസിക്കുമായിരുന്നു. നേരം വട്ടം ഫുഡ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ലോഡ്ജിൽ പോയ സമയത്ത് ഞാനാ കണ്ട് ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ ചെന്ന് കൂട്ടിക്കൊണ്ട് വരിക ചെയ്തു. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാതെ അമ്പലത്തിലാണെങ്കിൽ അന്നദാനത്തിനൊക്കെ പോയി നിൽക്കുമായിരുന്നു പറയണം.
എന്നാലും പാവം അവൻ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചല്ലോ എന്ന് പറയണം. സച്ചു പറഞ്ഞു, അച്ഛമ്മയ്ക്ക് എന്താ അവനോട് ഇത്ര സഹതാപം? അതും എന്റെ പേരക്കുട്ടി അല്ലേടാന്ന് ചോദിക്കണം. പേരക്കുട്ടി അവൻ ഇതും കൂടെ ഒന്നും അടങ്ങിയില്ലെന്നേ. അതെ, അവൻ അടുത്ത കല്യാണം കഴിക്കാൻ പോവാന്ന് പറയണേ. അടുത്ത കല്യാണം എവിടെന്ന്? ഓ, അതൊന്നും പറയണ്ട. അവന് പിന്നെ തകൃതിയായിട്ട് കല്യാണാലോചനകൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെയാണ്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണ് വന്ന് കൊത്തിയിട്ടുണ്ട്. വലിയ കോടീശന്റെ പുത്രിയാന്നൊക്കെ പറയുന്നു. കണ്ടറിയാന്ന് പറയണം. അല്ല, നിനക്ക് അവളെ കുറിച്ചൊന്നും അറിയത്തില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ? അച്ഛന് പോലും ശരിക്കും അറിയത്തില്ല. അമ്മ കൊണ്ടുവന്ന ബന്ധമാ. അമ്മയ്ക്ക് ഈ ബന്ധം വന്നതെന്ന് ഒരേ നിർബന്ധം. ഒറ്റക്കാലം നിൽക്കുക. ഇഷ്ടം പോലെ പണം കിട്ടുമെന്ന് ഓർത്താ. എന്നാലും കൂടുതലൊന്നും അന്വേഷിക്കാതെ എന്തന്വേഷിക്കാൻ അച്ഛമ്മേ? അവന്റെ ഇഷ്ടമല്ലേ, അങ്ങനെ നടക്കട്ടെ. കല്യാണ പന്തലിൽ നിന്ന് ഓടിപ്പോകാതിരുന്ന ഭാഗ്യമുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ചിരി വന്നു. പിന്നീട് സച്ചുവിനെ, അതെ കുറെ സമയം ഞാനേ ഈ കറി തിളയ്ക്കുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന് ചോദിക്കണം. അല്ല, നീ എന്തിനാ ഇപ്പൊ പോണേ? അത് പോണോന്നേ, ഞാൻ ഓടിപ്പോയി കണ്ടിട്ട് ഓടി ഇങ്ങോട്ട് വരാന്നേ. കറിയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, അവനിങ്ങനെയാ. പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോകും. അതവന് നിർബന്ധമുള്ള കാര്യം. അവന് കുറെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയല്ലേ അവൻ വളർന്നൊക്കെ എന്ന് രേവതിയോട് പറയും. രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ പാറുവമ്മയുടെ ഓരോ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ പുറത്തേക്ക് വേണ്ടി റെഡിയാവായിരുന്നു. അപ്പൊ ചന്ദ്രമതി ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടേ പോണേ? അല്ല, യൂണിയൻ ഓഫീസ് വരെ പോണം. കുറച്ച് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാനുണ്ട്. ആ പെൻഷന്റെ കാര്യം ഇതായിട്ട് സാങ്ഷൻ ആയിട്ടില്ലെന്ന് പറയാം. എന്ത് ചെയ്യാൻ, എങ്ങനെ സാങ്ഷൻ ആനായിട്ടാ? നിങ്ങളുടെ മോൻ കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചേ? അവൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ MD-നെ പിടിച്ച് തള്ളേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ചന്ദ്രേ, അവൻ എന്റെ മോനാ. ഞാൻ നാണം കിട്ടി നിൽക്കുന്ന കാണുമ്പോഴേ എന്നെ സഹായിക്കേണ്ട അവന്റെ ചുമതലയാ. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തേ. അല്ലാതെ അവൻ മാറി നിൽക്കുവല്ലേ ചെയ്തേ. ഇനിയിപ്പൊ അത് നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും മീരയും അങ്ങോട്ട് വരുന്നേ. ശ്രുതിനെ കാണുമ്പോൾ ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ പെട്ടെന്ന്? അല്ലമ്മ, ഞാനേ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. അതെ, രണ്ടുപേരും വരണം കേട്ടോ. രണ്ടുപേരും മാത്രമല്ല, എല്ലാരും വരണം എന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, സച്ചിൻ രേവതി ഇവിടെ ഇല്ല, വീട്ടിൽ പോയേക്കോന്ന് പറയണം. ചന്ദ്രമതി, അത് നല്ല കാര്യം, അവറ്റുകൾ വരാതിരിക്കട്ടെ എന്ന് പറയണം. അല്ല, എപ്പോഴാ ഉദ്ഘാടനമൊക്കെ? ആരാ ചീഫ് ഗസ്റ്റ് എന്ന് ചോദിക്കണം. ഇത് കേട്ടത് മീര പറഞ്ഞു, ചീഫ് ഗസ്റ്റ് ആരാ? നിങ്ങൾ രണ്ടുപേരും വേറെ ആരാന്ന് ചോദിക്കണം. ഞങ്ങളോ? ഇത് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെ ക്ഷണിക്കുന്നല്ല, ഗസ്റ്റ് ആയിട്ട് നിങ്ങളെ തിരി കൊളുത്തി കയറണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളും ആന്റി ആയിട്ടല്ല, ശരിക്കും എന്നെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നേ എന്ന് പറയണേ. എന്റെ അമ്മേനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊന്നും എനിക്കില്ല. അമ്മ മരിച്ചു പോയിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ആന്റീനെ കാണുന്നേ. എന്റെ അമ്മേനെക്കാളും പ്രിയപ്പെട്ടതായിട്ടാ കാണുന്ന പറയാം. ഇത് കേട്ടതും ചന്ദ്രമതിയുടെ മുഖം കൂടെ വിടർന്നു. ചന്ദ്രമതി പറഞ്ഞു, അമ്മയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റില്ലായിരുന്നു പറയണം. ഈ സമയത്ത് സുധി അങ്ങോട്ട് വരുവാണ്. അപ്പൊ സുധിക്കൊരു ജോലിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ സുധി ആദ്യമായിട്ട് ജോലിക്ക് പോവാണ്. അപ്പം ഈ ചന്ദ്രമതിയുടെ ഇങ്ങനെയുള്ള ഈ സുധിയെ സംസാരം കേട്ടപ്പോ രവീന്ദ്രന്റെ സംശയം, ചന്ദ്രമതി കാരണമാണ് ഇവള് ബ്യൂട്ടി പാർലർ തുടങ്ങിയത്. അതെന്താ പറഞ്ഞ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അല്ലെ ഇവൾക്കുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത ഞാനാണ്, അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിക്കിയാണ് പറയണത്. കാരണം കള്ളത്തരാ പറയണേ. എങ്ങാനും രവീന്ദ്രനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളുന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാം. സുധി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധി നേരെ സുധിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അത് വരണം കേട്ടോ, മറക്കാതെ വരണം എന്ന് പറയാം. ശരി ശരി, ഞാൻ വന്നേക്കാം. കൺഗ്രാസ് എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് കൊടുക്കുവാണ്. രണ്ടുപേരും കൈ പിടിച്ചോണ്ട് നിൽക്കുക. കൺഗ്രാസ് കൊടുത്തിട്ട് കൈ അങ്ങോട്ട് വിടുന്നില്ല. ഇത് കണ്ടെന്ന് മീര പറഞ്ഞു, രണ്ടുപേരുടെ നിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണപ്പന്തലിലാണെങ്കിൽ വലം വെക്കാൻ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. മതി മതി, കല്യാണം ഇനി അടുത്ത ആഴ്ച, ഇനിയും സമയമുണ്ട്, ഇപ്പോഴേ കൈ പിടിച്ചോണ്ട് നിൽക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ട രണ്ടുപേരും ചമ്മി അങ്ങോട്ട് മാറുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി, മോളിരിക്കുക, ഒരു നല്ല കാര്യം പറയാൻ വന്നല്ലേ മോളിരിക്കാൻ പറയണം. അല്ലമ്മ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. എന്ത് ധൃതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചങ്ങോട്ട് ഇരുത്തുവാണ്. അതുപോലെ കല്യാണമൊക്കെ വിപുലമായിട്ട് രീതിയിൽ നടത്താനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷെ രവിയേട്ടനാണെങ്കിൽ അതിനൊരു താല്പര്യമില്ല. രവീന്ദ്രൻ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസ മുടക്കിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ശ്രുതി പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ അച്ഛന്റെ പക്ഷത്താട്ടോ. കാരണം നമ്മൾ എന്തിനാ വെറുതെ ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം ഒരു കല്യാണത്തിന്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് ചെലവാക്കുന്നേ? ആ പൈസ കൊണ്ടൊന്ന് പ്രോപ്പർട്ടി വാങ്ങാം, അല്ലെ വല്ല ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, കണ്ടുപടിക്ക് ചന്ദ്രയെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞാൻ കണ്ടെത്തിയ മരുമോളല്ലേ, അവൾ ഒരു കാരണവശാലും മോശമാവുള്ളെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം. പിന്നീട് ശ്രുതിയോട് ചന്ദ്രമതി ചോദിച്ചു, അല്ല മോളെ, അച്ഛൻ വരത്തില്ലേ കല്യാണത്തിന് ചോദിക്കണം. ഇത് കേട്ട ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. അതെ, അച്ഛന്റെ കാര്യം മാത്രം അമ്മ പറയരുത് കേട്ടോ, എനിക്ക് ആ പേര് കേൾക്കുന്ന തന്നെ ഇഷ്ടമില്ല. അച്ഛനാന്നും പറഞ്ഞിരിക്കുന്നു. അച്ഛൻ എന്നെ ഒന്നും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട്
എനിക്ക് അച്ഛൻ പറഞ്ഞൊന്നും ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണം. അങ്ങനെ ശ്രുതിയുടെ അഭിനയം കണ്ടപ്പോ മീര പോലും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. ചന്ദ്രമതി പോട്ടെ, ഇനി ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കത്തില്ലെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്ന മീരയും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരുക. മീര പറഞ്ഞു, കൊള്ളാട്ടാ നിന്റെ അഭിനയം, പൊളി അഭിനയം വരുന്നു. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുന്നു? ആ ചന്ദ്രമതിനെ ആ ശ്രുതിനെയൊക്കെ കയ്യിലെടുത്ത രീതിയെ. ഇടി ഇതാ പറഞ്ഞേ, നമുക്ക് കുറച്ച് കഴിവുകളും കൂടെ വേണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എനിക്ക് കഴിവുള്ളതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഒരു വിവാഹജീവിതം കിട്ടാൻ പോകുന്നത്. വിവാഹജീവിതം മാത്രമോ, അപ്പൊ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവാ. ഇത് കേട്ടപ്പോ മീര പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ ചന്ദ്രമതിക്ക് നീന്ന് വെച്ച ഭയങ്കര ജീവനാ. അവര് പറഞ്ഞു കേട്ടില്ലായിരുന്നോ, മരുമോളെ പോലെയല്ല മോളെ പോലെ നിന്നെ കാണുന്നേന്ന്. പക്ഷെ ആ അച്ഛൻ അത്ര ശരിയാന്ന് തോന്നില്ല. ആ അച്ഛൻ എപ്പോഴും മറ്റേ മരുമോൾ രേവതിയോടാണ് താല്പര്യം തോന്നേ. അതൊക്കെ ശരി തന്നെ, പക്ഷെ അവിടെ ചെന്ന് ഞാൻ അച്ഛനെയൊക്കെ മാറ്റിയെടുത്താളെന്ന് പറയണം. മാറ്റിയെടുത്താൽ നിനക്ക് കൊള്ളാന്ന് മീരയും പറഞ്ഞു. പിന്നീട് കാണിക്കുന്ന അടുക്കള കോഴിക്കറിയൊക്കെ പാകമായി കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശിയോട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും സച്ചിയുടെ വന്നില്ലല്ലോ എന്ന് പറയണം. അവൻ ഇങ്ങനെയാ മോളെ, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ ഇച്ചിരി താമസിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, മോള് ഇവിടെ ഇരിക്കും, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാന്ന് പറയണേ. വേണ്ട അച്ഛമ്മ വേണ്ട, അച്ഛമ്മ ഇവിടെ ഇരുന്നോളാൻ പറയണ. അതെന്താ മോളെ, ഞാൻ പോയിട്ട് വരാം. അതൊന്നും വേണ്ട, മോൾക്ക് ഇവിടെ ഒരു പരിചയമില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയം ഉണ്ടാകുന്നേ. ഞാൻ പോയി അന്വേഷിച്ചിട്ട് അച്ഛമ്മ വഴി ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്കും ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറയാം. പിന്നീട് മുത്തശ്ശി സ്ഥലം പറഞ്ഞു കൊടുക്കാം. നേരെ അങ്ങോട്ട് പോയിട്ട് സൈഡ് തിരിഞ്ഞിട്ട് ഒരു വലിയ കുളമൊക്കെ ഉണ്ട്. അതിന്റെ ചോട്ടിൽ വലിയൊരു മരമുണ്ട് ആ സൈഡിലായിട്ട്. അപ്പൊ അതിന്റെ ചോട്ടിൽ കാണും അവരും അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയണ. ശരി അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി ഇറങ്ങുവാണ്. ഈ സമയത്ത് മരത്തിന്റെ ചോട്ടി സച്ചി ഫ്രണ്ട്സും വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നു. സച്ചി ചോദിച്ചു, നമ്മുടെ മെയിൻ താരം എന്താണ് എന്തിയടാന്ന് ചോദിക്കുകയാണ്. എന്റെ പൊന്നു സച്ചി, അവൻ എത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞോടി അവൻ ആകെപ്പാടെ മാറിപ്പോയെന്ന് പറഞ്ഞു. മാറിപ്പോവാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? അവന്റെ ഭാര്യ അവനെ ഒന്നിനും സമ്മതിക്കുന്നില്ലെന്നേ. ഇനിയിപ്പൊ അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നേ. പക്ഷെ വിളിച്ചു കഴിയുമ്പോ അവൻ ഇവിടെ ഇല്ലെന്നാ പറയണേ. ഭാര്യ വിടാത്തോണ്ടാന്ന് തോന്നേ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ സച്ചിന്ന് ചോദിക്കുകയാണ്. കുറച്ചാൾ കഴിയുമ്പോൾ നീയും മാറും എന്ന് പറയാം. പിന്നെ ഞാൻ മാറാനായിട്ട്, എടാ എനിക്ക് എത്ര കല്യാണം കഴിഞ്ഞ് എന്തൊക്കെ നടന്നു പറഞ്ഞാലും ഞാൻ നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വിടുവോ? എനിക്ക് നിങ്ങളെ അത്ര ജീവനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ടാ രേവതി അങ്ങോട്ട് വരുന്നേ. അപ്പൊ രേവതി ഇവരുടെ സംഭാഷണം കേട്ടിട്ട് അവിടെ പതുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.